ബി.ജെ.പിയുടെ പ്രതീക്ഷയേക്കാൾ കൂടുതൽ കേരളത്തിൽ ഇനി ബി.ജെ.പിയിൽ പ്രതീക്ഷ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിനുള്ള വമ്പിച്ച പൈസ കൊടുക്കാതെ കിട്ടുന്ന ഇന്ധനം. ജനറൽ പൾസ് പോകുന്ന ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന, ഞങ്ങൾക്ക് കൗൺസിലറെ ഒന്ന് മോഹിക്കാൻ പോലും പറ്റാത്ത ഡിവിഷനുകളിൽ പോകുമ്പോൾ കിട്ടുന്ന പൾസ്, അത് കേരളത്തിൻ്റെ പൾസാണ്. ഒരു സിനിമയിലൊരു രംഗം വരുമ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് കൈയടിച്ചാൽ അത് ലോകത്ത് ഇപ്പോൾ ലോകം എന്ന് പറയണം, പണ്ടങ്ങനെയല്ല. സംസ്ഥാനത്ത്, അത് കഴിഞ്ഞ് പതുക്കെ മറ്റ് സംസ്ഥാനങ്ങളായി, എല്ലായിടത്തും അതേ ഇടത്ത് കൈയടി കിട്ടും എന്ന് പറയുന്ന തത്വം തന്നെയാണ്. തൃശ്ശൂർ കുറച്ച് പ്രാഥമികത ഇപ്പോൾ കൂടുതലാണ്. 2024 ജൂൺ 4 ശേഷം കേരളത്തിൻ്റെ പൾസ് അറിയണമെങ്കിൽ തൃശ്ശൂർ അന്വേഷിക്കണം. ആ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല സത്യസന്ധമായ പൾസ് അനുഭവപ്പെടുന്നത് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടോ? അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. അതല്ല ഞങ്ങളുടെ മൊഡാലിറ്റി. ഞങ്ങൾ വികസിത് ഭാരത് 2047 എന്ന് പറയുമ്പോൾ സബ്കാ സാത്ത്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ്. അതിൽ നാരീശക്തി, യുവാശക്തി, ഗരീബ് കല്യാൺ, അന്നദാത, ഇത്രയും വേർട്ടിക്കൽസ് ഞങ്ങൾ വികസിത് ഭാരത് 2047 എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ കേരളം അനിവാര്യതയാണ്. ശക്തമായി കേരളത്തിനും ആ പരിഗണന കിട്ടണമെങ്കിൽ എന്താണ് സാധ്യതയെന്നത് ഞങ്ങൾക്കിനി പ്രചരിപ്പിക്കേണ്ട ഭാരം കുറഞ്ഞിരിക്കുന്നു. ആ പ്രചരണം ജനങ്ങൾ ആവാഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. സീറ്റെണ്ണം ഒന്നുമല്ല പറയുന്നത്, ഭരണത്തിൽ അറ്റ്ലീസ്റ്റ് ജനങ്ങൾ വഞ്ചിക്കപ്പെടാത്ത ഒരു സാന്നിധ്യമായി, ജനങ്ങൾ വഞ്ചിക്കപ്പെടാത്ത ഒരു ഭരണ നിർവഹണത്തിന് ഞങ്ങളുടെ ശക്തമായ സാന്നിധ്യം എന്ന് പറയുന്നത് ഭീഷണി തന്നെയായിരിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂടുവെപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം? അങ്ങനൊന്നും അല്ല പറയുന്നത്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കും ബീഹാറിന്റെ റിസൾട്ടാണോ ഇവിടെ? അങ്ങനെയല്ല, കേരളത്തിലെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന അതും പോസിറ്റീവ് അല്ലേ? അപ്പം അങ്ങനൊന്നും അല്ല നമ്മൾ റീഡ് ചെയ്യേണ്ടത്. കേരളത്തിൻ്റെ മനസാക്ഷിക്ക്, കേരളത്തിൻ്റെ ദാരിദ്ര്യ മുഖത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരോ ഇപ്പോൾ ഭരിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരോ അല്ല പറയേണ്ടത്. കേരളത്തിലെ ജനസമൂഹം പറയണം. വട്ടവട പറയുമോ? ഞാൻ കാണാത്ത എത്രയോ വട്ടവടയുണ്ട്. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പത്രക്കാർ നിഷ്കളങ്കരാണ്, സത്യസന്ധരാണെങ്കിൽ വട്ടവടയിൽ പോയി അവിടെ എന്താണ് ഞാൻ കണ്ട ദുരിതമെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചൊന്ന് ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചോ? അതാണ് പത്രധർമ്മ ന്യായം. കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചവർ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എന്നെക്കൊണ്ട് ഇനി അത് എടുപ്പിച്ച് പറയണോ? പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയത്തില്ല, ജനങ്ങളെ പരാജയപ്പെടുത്തി എന്ന് ഞാൻ പറയും. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾക്ക് സ്വപ്നം പോലും കഴിയാൻ പറ്റാത്ത ഡിവിഷനുകളിൽ വമ്പിച്ച മുന്നേറ്റം ഉണ്ടാവും. അത് ഞങ്ങളുടെ കരുത്തല്ല, ജനങ്ങളിൽ മനം മാറ്റം വന്നത് വഴിയുള്ള കരുത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂർ പ്രധാനമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ വിജയം നേടിയ സ്ഥലത്ത് ബി.ജെ.പിയുടെ, പ്രത്യേകിച്ച് തൃശ്ശൂർ കോർപ്പറേഷൻ, ബി.ജെ.പിയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ബി.ജെ.പിയുടെ പ്രതീക്ഷ അധിഷ്ഠിതമായിരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ബലത്തിലാണ്. അവർ കൃത്യമായ സ്ഥാനാർത്ഥിയെ കൊടുത്താൽ നിങ്ങൾ കോർപ്പറേഷൻ ബി.ജെ.പി ഭരിക്കുന്നത് കാണും.